ഗായ്സ്, അപ്പം ഞങ്ങൾക്ക് കുറച്ച് ചേമ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറേ ചേമ്പൊക്കെ എലിയൊക്കെ കഴിച്ചു, ആകെ ഇതായിപ്പോയും. പിന്നെ ഞങ്ങൾ ചേമ്പ് പുഴുങ്ങിയതും കാന്താരി പൊട്ടിച്ചതും ഉണ്ടാക്കാൻ പോകുന്നേ. ഞാൻ അമ്മ റെഡിയാക്കാൻ വേണ്ടി കത്തിയും പാത്രമൊക്കെ കൊണ്ടുവന്നിരിക്കുക. അപ്പം അമ്മ ചേമ്പിൻ്റെ തൊലിയൊക്കെ വൃത്തിയാക്കുകയാണ്. ഇത് ഫുള്ള് ഞങ്ങളൊന്നും എടുക്കുന്നില്ല, കുറച്ച് എടുക്കുന്നുള്ളൂ. ആരും തെറ്റിദ്ധരിക്കണ്ട. ഒരു പകുതിയൊക്കെ ഒരു കുറേയേറെ. അപ്പം ഇവിടെ അന്നമ്മ അവിടുന്ന് ഭയങ്കര ബഹളമാണ്. നമ്മുടെ അന്നമ്മക്കുട്ടി ചേമ്പൊക്കെ എടുത്ത് അമ്മയുടെ കൊടുക്കുന്ന അവളാണേ. ഓരോനെ എടുത്ത് കൊടുക്കും. ഒരെണ്ണത്തെ ക്ലീനാക്കിയിട്ട് അടുത്ത് ഇങ്ങനെ കാത്തിരിക്കുക കൊടുക്കാൻ വേണ്ടി. അന്നമ്മക്കുട്ടിയുടെ വായനിപ്പോൾ പിന്നെ വേറെ പ്രത്യേകതയുണ്ട്. ഇവിടെ പച്ചച്ചേമ്പ് കഴിക്കുന്ന ടീമാണ്. ഒരു കുഴപ്പമില്ലാണ്ട് പച്ചച്ചേമ്പ് കഴിക്കും. അവൾക്ക് ചൊറിച്ചിലോ ഒന്നുമില്ല. അതുകൊണ്ടാണ് അവിടെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത്. പച്ചച്ചേമ്പ് കഴിച്ചിട്ട് എങ്ങനെ ഇരിക്കുന്നത്? എന്നമ്മ എനിക്ക് ചൊറിയുന്നുണ്ടോടി? ഇല്ലേ? നീ എന്നാ കഴിച്ചേ? പച്ചച്ചേമ്പ്. ഞങ്ങൾ ഈ ടൈപ്പ് ഒന്നും എടുക്കത്തില്ല കേട്ടോ. ഇത് തടവിത്താന്ന് പറഞ്ഞ് ഞങ്ങൾ മാറ്റത്തേ ഉള്ളൂ. ഇത് വേവിച്ച് ചൊറിയെന്ന് അമ്മ പറഞ്ഞേ. അതുകൊണ്ട് ഞങ്ങൾ ഇതൊക്കെ വിത്തിനായിട്ട് അങ്ങ് മാറ്റി വെക്കും. ബാക്കിയുള്ളതൊക്കെയാണ് എടുക്കുന്നത്. അപ്പം അമ്മ ചേമ്പ് നന്നായിട്ട് ഇത് വൃത്തിയാക്കുവാണ്. മുരച്ച് കഴുകി എടുക്കുന്നത്. കാരണം ഇതിനകത്ത് നിന്നെല്ലാം ചെളിയൊക്കെ കാണില്ല, ചെളിയും മണ്ണൊക്കെ കാണും. നല്ലപോലെ നമ്മൾ കഴുകിയെടുക്കണം. 2-3 പ്രാവശ്യം കഴുകിയാൽ പോരാ, നല്ലപോലെ കഴുകിയാൽ മാത്രമേ അതിൻ്റെ മണ്ണൊക്കെ പോകത്തുള്ളൂ. നമ്മൾ ചേമ്പ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ എടുത്ത കാന്താരിയാണേ. അപ്പം നമുക്കിനി വേവിക്കാം. ഞാൻ ചേമ്പിൻ്റെ ഇലയിലൊക്കെ വെച്ചിട്ടാണ് അകത്തോട്ട് കൊണ്ടുപോകുന്നത്. ഗായ്സ്, ഇതാണ് നമ്മുടെ ചേമ്പ് പുഴുങ്ങിയതും കാന്താരി പൊടിച്ചതും. ഇത് ചേമ്പ് ചൂടാറിയതിന് ശേഷമേ കഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു.